ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് റെസിപ്പിയുമായിട്ടാണ്. ഒന്ന് ബ്രെഡ് പോളയും ഒന്ന് ബ്രെഡ് പോക്കറ്റും. രണ്ടും ഒരു മസാല വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആദ്യം മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം. പിന്നെ 2 സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കാപ്സിക്കം ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് മല്ലിയില, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നവരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും കാപ്സിക്കും പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ക്യാരറ്റും കാപ്സിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോള തയ്യാറാക്കാം. ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഒരു 12 ബ്രെഡ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പാല്. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയണില്ല, ഒക്കെ ഓരോ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലതൊന്നും കളയണ്ട കേട്ടോ. നമുക്ക് ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ ഇത് ആവശ്യം വരും. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ബ്രെഡ് മുക്കാൻ പാകത്തിനായിട്ട് ഒരു പാത്രത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി ബ്രെഡ് എടുത്ത് ഫസ്റ്റ് പാലിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പാനിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ലെയർ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ലെയർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറിൽ മസാല വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, മസാല എല്ലാ ഭാഗത്തും എത്തുന്നവരെ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഫസ്റ്റ് പാലിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് പാനിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ നമുക്ക് മേലത്തെ ലെയറും ഫില്ല് ചെയ്യാം.
ഇപ്പോൾ ഞാൻ ഫുള്ളും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഒന്ന് കോഴിമുട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുക്കായി വരും. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ടൊരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കുക. സ്ക്യൂർ ക്ലീനായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അതിനുവേണ്ടി പാൻ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് പാൻ ചൂടാറുമ്പോൾ ഒന്ന് കേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കോഴിമുട്ട വേണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ബ്രെഡും റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് കോഴിമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ബ്രെഡിൻ്റെ സൈഡാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ബ്രെഡ് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2 ബ്രെഡ് വെച്ചിട്ടല്ലോ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് തമ്മിൽ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്യുക. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മസാല ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് മസാല ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.